കേട്ടോ ഗൈസ്, ഫ്രീ ഡെലിവറിയിൽ നമുക്ക് കിട്ടുന്ന ചിലരുടെ കുസൃതികളുണ്ടല്ലോ, നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യും കേട്ടോ. നല്ല ബുദ്ധിമുട്ടിക്കലാണ് എന്തായാലും. പക്ഷേ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. വിളിക്കും, മരുന്ന് ഓർഡർ ചെയ്യും. അപ്പോൾ അവർ പറയുന്ന നിബന്ധനകളെല്ലാം നമ്മൾ അനുസരിക്കും. എന്നിട്ട് പറയുവാണ് ഞാനിങ്ങനെ കിടപ്പിലാണ്, അപ്പോൾ അതുകൊണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ട്, മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. നിങ്ങൾ മരുന്നുമായിട്ട് ഗേറ്റിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി. എൻ്റെ കൊച്ചുമക്കളെ ആരെങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞു വിടാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗേറ്റ് തുറന്ന് അകത്ത് വന്നോ, ഒരു കുഴപ്പവും ഇല്ല. 2 പട്ടികളുണ്ട്, പക്ഷേ അതുങ്ങളൊന്ന് ജസ്റ്റ് തടവിയാൽ മതി, വേറെ അവരൊന്നും ചെയ്യില്ല. അങ്ങനെ ഞങ്ങളെ ഡെലിവറി പോയി. ഇതൊക്കെ പറഞ്ഞു കേട്ട് എല്ലാം പോയി. ചെന്ന് ഫോൺ ചെയ്തു, ഫോൺ എടുക്കില്ല, ജന്മത്തെ കോൾ എടുക്കില്ല. അപ്പോൾ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എന്താ ഈ പറഞ്ഞ 2 പട്ടികൾ ഏതൊക്കെയെന്ന് അറിയും. ഒന്ന് പിറ്റ്ബുൾ, ഒന്ന് വൂൾഫ്. അതുങ്ങളാണെങ്കിൽ കടിച്ച് കീറാൻ നിൽക്കുക, ഒന്നും ചെയ്യില്ല, തടവിയാൽ മതി, കയറി പോരാൻ. എന്നിട്ട് പിന്നെയും അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വിളിച്ചു. ഷോപ്പിൽ നിന്നുള്ള കോൾ കണ്ടാൽ എടുക്കുമായിരിക്കും എന്ന് വിളിച്ച് ഷോപ്പിൽ നിന്ന് വിളിച്ചപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ കയറി പോരാൻ പറയൂ, പട്ടിയൊന്നും ചെയ്യില്ല എന്ന്. ഇതുങ്ങളെ ഒന്നും ചെയ്യില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, പറ്റുമോ ചെല്ലാൻ. അപ്പോൾ കൊച്ചുമോനെ ഒന്ന് വിടാന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഒന്ന് ആ ഗേറ്റ് വരെ ചെന്നിട്ട് മരുന്നൊന്ന് വാങ്ങാവോ. അവരെ വീടിൻ്റെ ഗേറ്റിലാണ് ചെന്ന് നിൽക്കുന്നത്. ഫ്രീ ആണ് കേട്ടോ, 10 പൈസയും മേടിച്ചിട്ടില്ല, ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ അതെ, എൻ്റെ കൊച്ചുമോൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്, അവന് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഗേറ്റിൽ വന്നിട്ട് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞു വിടാനൊന്നും എനിക്ക് പറ്റത്തില്ല. കയറാൻ വരെ ശരിക്കും പറഞ്ഞാൽ മരുന്നുമായിട്ട് തിരിച്ചു വന്നു. ഉള്ളത് പറയാം, വേറെ ഓപ്ഷൻ ഇല്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുക. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചാൽ അങ്ങനെ എങ്ങനെയാ, പട്ടി ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ കയറി പോകുന്നൂടെ. വീണ്ടും പോയി. പേരുമഴ, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ഗേറ്റിങ്ങിൽ ആരും വരുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. തിരിച്ച് വീണ്ടും വന്നു, ഇതേ മരുന്ന് കൊണ്ട്. മരുന്ന് അവിടെ ഇരിപ്പുണ്ട്, വാങ്ങിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, നാളെ ആയിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരണം. ഇനി വേറെ അതെ, അത്യാവശ്യമാണ്, മരുന്ന് കിട്ടിയേ പറ്റുള്ളൂ, നിങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുവരണം. വൈകിയാലും കുഴപ്പമില്ല. ഓക്കെ ശരി, കൊണ്ടുചെന്നു. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. കട്ട ഉറക്കം. കോളിംഗ് ബെല്ലടിച്ചു, തുറക്കുന്നില്ല. ഫോൺ വിളിച്ചു, എടുക്കുന്നില്ല. ഈ മരുന്ന് കൊണ്ട് തിരിച്ചു പോന്നു. തിരിച്ച് ഷോപ്പിലെത്തുമ്പോൾ ഈ മരുന്ന് പറഞ്ഞ ആളിൻ്റെ ഫോണിൻ്റെ വാട്സപ്പിൽ ഓൺലൈനാണ്. അപ്പോൾ ആൾ ഉറങ്ങിയിട്ടില്ല. വിളിച്ചിട്ട് എടുക്കണില്ല, എത്ര വിളിച്ചിട്ട് എടുക്കുന്നില്ല, അടയ്ക്കുകയും ചെയ്തു. എത്ര രാത്രി ആയാലും മരുന്ന് കൊണ്ടുവന്നിരിക്കണം, വന്നേ പറ്റൂ. രാത്രിയാണ്, മഴയാണ്, ഫ്രീ ഡെലിവറിയാണ്, ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇത്രയെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ ഈ മനുഷ്യന്മാർക്ക്? ഇനി നാളെ പകൽ വിളിച്ചിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. ഇനി ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ വിളിച്ച് ഓർഡർ ചെയ്യും. ഫ്രീ ഡെലിവറി ആണെങ്കിലും ഇവരുണ്ടല്ലോ, ഫ്രീ എന്നുള്ളൊരു പരിഗണന തന്നൂടെ. സത്യം പറഞ്ഞാൽ ഇവർ 10 പൈസ ഈ ഡെലിവറി ഇവരുടെ വീടിൻ്റെ അടുക്കള വരെ കൊണ്ട് ചെല്ലണതിന് മുടക്കിയിട്ടല്ല ഇവർ ഇമാതിരി നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. മനുഷ്യന്മാരല്ലേ, ഇത് കൊണ്ടുവരുന്നവരും മനുഷ്യരല്ലേ, ഒരു മനസാക്ഷിയൊക്കെ കാണിച്ചുകൂടെ എന്നൊക്കെ. ഇതൊക്കെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇതിലും വലുതൊക്കെ ഉണ്ട്. 11:45 വിളിച്ചിട്ട് എനിക്കത് ഇപ്പം തന്നെ മരുന്ന് വേണം. ഗ്ലാസ് പിടിച്ച് നിൽക്കുക, വെള്ളം പിടിച്ച് നിൽക്കുക, ഗുളികയില്ല, അപ്പം വേണം. ചിലപ്പോൾ ഒരു ലേഡി സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. സാർ പറ്റത്തില്ല സാർ, എന്നാൽ പോർട്ടർ എന്തെങ്കിലും ഡെലിവറി ആപ്പിലൂടെ വിട്ട് തരട്ടെ, മരുന്ന് കഴിക്കാൻ അത്യാവശ്യമാണെങ്കിൽ. അതൊന്നും പറ്റില്ല, അപരിചിതരായ ആൾക്കാരൊന്നും രാത്രി വന്നാൽ പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും തന്നെ കൊണ്ടുവരണം. പക്ഷെ എന്താ പറയാ.